ഇന്ന് ഡാർക്ക് പ്രതലമുള്ള കപ്പ് എങ്ങനെ ആർട്ട് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ വൈറ്റ് ഗ്ലാസ് പെയിൻ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു കോട്ട് കനം കുറച്ച് അടിക്കുക. ഉണങ്ങിയ ശേഷം ഒരു കോട്ട് കൂടി കുറുകെ അടിക്കുക. ഇതിൻ്റെ മുകളിൽ ഗോൾഡൻ കളർ കൂടി ഞാൻ അടിച്ചിട്ടുണ്ട്. 3 കോട്ടും ഉണങ്ങിയ ശേഷം ഡെക്കുപ്പേജ് ചെയ്യാനുള്ള ചിത്രം കട്ട് ചെയ്തെടുക്കുക. 2 ലെയർ ഉള്ളതാണെങ്കിൽ ചിത്രത്തിൽ നിന്നും 2 ലെയർ അതിൻ്റെ പുറകിൽ നിന്ന് ഇളക്കി മാറ്റുക. ഈ ചിത്രം നന്നായിട്ട് ഒട്ടിക്കുന്നതിന്, അതുപോലെ തന്നെ എളുപ്പത്തിൽ ഒട്ടിക്കുന്നതിനും ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് ബ്രഷ് കൊണ്ട് വെള്ളം പുരട്ടുക. ചുളി ഉണ്ടാകാതിരിക്കാനും എയർ ബബിൾ ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പശയുടെ പുറത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിത്രം കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം പുരട്ടി അത് വൃത്തിയായി വെച്ചു വന്നതിന് ശേഷം കപ്പിൽ വൈറ്റ് ഗ്ലൂ തേക്കുക. അതിനുശേഷം പ്ലാസ്റ്റിക് അതിൻ്റെ പുറത്ത് വെച്ച് സാവധാനം പ്രസ് ചെയ്യുക. ശേഷം ചിത്രം ഇളകാത്ത വിധത്തിൽ പ്ലാസ്റ്റിക് സാവധാനം ഇളക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ എയർ ബബിൾ ഉണ്ടാവില്ല, ചിത്രത്തിൽ ചുളി ഉണ്ടാവില്ല. ഇങ്ങനെ ആവശ്യമുള്ള ചിത്രങ്ങൾ എല്ലാം ഗ്ലൂ തേച്ച് ഒട്ടിക്കുക. നമ്മൾ സാധാരണ ഡെക്കുപ്പേജ് ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടെ എളുപ്പമാണിത്. ചിത്രം ചീത്തയാകാതിരിക്കുകയും ചെയ്യും. ചെറുതായി ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഇളക്കിയെടുക്കുക. ചിത്രത്തിൻ്റെ മുകളിലും പശ തേച്ച് കൊടുക്കുക. സാവധാനം വേണം, സോഫ്റ്റ് ബ്രഷ് കൊണ്ട് ചെയ്യുക. ആവശ്യമുള്ള ചിത്രങ്ങളെല്ലാം ഒട്ടിച്ച ശേഷം ഉണങ്ങാൻ അനുവദിക്കുക.
ചിത്രം മുഴുവനായി ഉണങ്ങിയ ശേഷം യൂണിക്കോട്ടിൻ്റെ ചിത്ര വാർണിഷ് മുഴുവൻ ഭാഗത്തും കനം കുറച്ച് പുരട്ടുക. ഒരു കോട്ട് ഉണങ്ങിയ ശേഷം ഒരു കോട്ട് കൂടി അടിക്കുക. 2 കോട്ട് തേച്ച് ഉണങ്ങണം. അപ്പോൾ ഡെക്ക് പേജ് ആർട്ട് വർക്ക് റെഡി ആയിട്ടുണ്ട്.